നമസ്കാരം. മലയാളികൾക്ക് സുപരിചിതയായ ഗായികയാണ് അഭയ ഹിരൺമയി. വ്യത്യസ്തമാർന്ന ആലാപന ശൈലി കൊണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത അഭയ സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമാണ്. ശ്രദ്ധ നേടിയ ഗായികയാണെങ്കിലും കരിയറിനേക്കാൾ വ്യക്തിജീവിതത്തിലെ സംഭവങ്ങളുടെ പേരിലാണ് അഭയ പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ളത്. അഭയ മലയാളികൾക്ക് സുപരിചിതയായി മാറുന്നതും ഈ വാർത്തകളിലൂടെയാണ്. സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായുള്ള പ്രണയവും ലിവിംഗ് ടൂതറും വേർപിരിയലുമൊക്കെയാണ് അഭയെ ലൈംലൈറ്റിൽ കൊണ്ടുവന്നത്. 14 വർഷങ്ങളോളം നീണ്ട ലിവിംഗ് റിലേഷൻ ഒരു വർഷം മുമ്പ് ഇരുവരും അവസാനിപ്പിച്ചു. ബ്രേക്കപ്പിന് പിന്നാലെ രൂക്ഷമായ സൈബർ ആക്രമണങ്ങളും അഭയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ സ്വന്തം ജീവിതം കരിയറുമായി മുന്നോട്ട് പോവുകയാണ് താരം. സ്റ്റേജ് ഷോകളും മറ്റുമായി തിരക്കിലാണ് അഭയ. സംഗീതം, അഭിനയം, സ്റ്റേജ് ഷോകൾ, മോഡലിംഗ് എല്ലാമായി മലയാള സിനിമാ സംഗീത രംഗത്ത് സജീവമാണ് അഭയ ഹിരൺമയി. പണി എന്ന സിനിമയിലാണ് അവസാനമായി അഭയ അഭിനയിച്ചത്. സിനിമയ്ക്കൊപ്പം തന്നെ അഭയ ഹിരൺമയിയുടെ പ്രകടനവും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഗായികയുടെ വ്യക്തിജീവിതം എപ്പോഴും ചർച്ചയായിട്ടുള്ള ഒന്നാണ്. 14 വർഷത്തോളം ഗായകനും സംഗീത സംവിധായകനുമായ ഗോപി സുന്ദറുമായി പ്രണയത്തിലായിരുന്നു അഭയ ഹിരൺമയി. അതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിങ്ങും അഭയ നേരിട്ടിരുന്നു. പ്രണയത്തിലായിരുന്ന കാലത്ത് ഇരുവരും ലിവിംഗ് ടൂതറിലായിരുന്നു. എല്ലാ വേദികളിലും ഗോപിക്കൊപ്പം അഭയ പ്രത്യക്ഷപ്പെടാറുമുണ്ടായിരുന്നു. 3 വർഷം മുമ്പാണ് ഇരുവരും പ്രണയം അവസാനിപ്പിച്ച് വേർപിരിഞ്ഞത്. ഇപ്പോഴത്തെ ലിവിംഗ് ടൂതർ ജീവിതം നയിച്ചപ്പോഴുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് ഗായിക. 10 വർഷം കൊണ്ട് സമൂഹം ഒരുപാട് മാറിയെന്നതിൽ സന്തോഷമുണ്ടെന്നും ലിവിംഗ് ടൂതർ ജീവിതം നയിച്ചപ്പോൾ താൻ വളരെ ബുദ്ധിമുട്ടിയിരുന്നുവെന്നും അഭയ ഹിരൺമയി പറയുന്നു. 10 വർഷം മുമ്പ് ലിവിംഗ് റിലേഷൻഷിപ്പ് നയിച്ചപ്പോൾ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു. ലിവിംഗ് ടൂതർ റിലേഷൻഷിപ്പിന്റേതായ വാല്യൂ എനിക്ക് അന്ന് കിട്ടിയിരുന്നില്ല. വിവാഹിതയാണെന്ന് എഴുതി ഒപ്പിട്ട പേപ്പറിന്റെ കുറവുണ്ടായിരുന്നു എന്നേ ഉള്ളൂ. എല്ലാവരെയും പോലെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനും. ഒന്ന് കഴിഞ്ഞ് രണ്ടാമതൊരാളോട് ചോദിക്കുമ്പോഴും താൻ ലിവിംഗ് ടൂതറിലാണെന്ന് അവർ പറയുമ്പോൾ 10 വർഷം കൊണ്ട് എത്ര മനോഹരമായാണ് ഡെവലപ്പ് ആയിരിക്കുന്നത്, ആൾക്കാർ എത്ര രസമായാണ് ജീവിക്കുന്നത് എന്നൊക്കെ തോന്നാറുണ്ട്. ലിവിംഗ് ടൂതർ ആക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ മാതാപിതാക്കളും റെഡിയാണ്. നിങ്ങൾ കല്യാണം കഴിക്കേണ്ട, കുറച്ചു കാലം ഒരുമിച്ച് ജീവിക്കുമെന്ന് മാതാപിതാക്കളും മക്കളോട് പറയാൻ തുടങ്ങി. ഒരുമിച്ച് ജീവിച്ചിട്ട് ഓക്കെയാണെന്ന് തോന്നിയാൽ തുടർന്നും അതുപോലെ ജീവിക്കാനും മാതാപിതാക്കൾ പറയുന്നുണ്ട്. പല മാതാപിതാക്കളും ഇങ്ങനെ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. അതൊരു വലിയ അച്ചീവ്മെന്റ് അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലിവിംഗ് ടൂതറിലാകണമെന്ന് വിചാരിച്ച വന്നയാളല്ല. എല്ലാം എനിക്ക് സംഭവിച്ചു പോയതാണ്. പക്ഷെ അങ്ങനൊരു കാര്യം ഞാൻ ചെയ്തു എന്നതിൽ ഞാൻ വളരെ പ്രൗഡാണ്. ഞാനൊരു തുടക്കക്കാരിയല്ലല്ലോ എന്നാണ് അഭയ ഹിരൺമയി പറഞ്ഞത്. എന്നാൽ അഭയും ഗോപി സുന്ദറുമാണ് കേരളത്തിൽ ആദ്യമായി ലിവിംഗ് റിലേഷൻഷിപ്പ് നയിച്ചത് എന്നതിനോട് പ്രേക്ഷകർക്ക് എതിർപ്പാണ്. കാരണം അതിനു മുൻപും കല്യാണം കഴിക്കാതെ ഒരുമിച്ച് ജീവിച്ചവരാണ് മൈത്രേയനും MG ശ്രീകുമാറും ഒക്കെ എന്നാണ് വീഡിയോ വൈറലായതോടെ പ്രത്യക്ഷപ്പെടുന്ന കമന്റുകൾ. വിവാഹിതനും 2 ആൺകുട്ടികളുടെ പിതാവുമായിരിക്കുന്ന സമയത്താണ് അഭയ ഹിരൺമയുമായി ഗോപി സുന്ദർ പ്രണയത്തിലാകുന്നത്. ഭാര്യ പ്രിയയുമായുള്ള വിവാഹബന്ധം ഗോപി സുന്ദർ വേർപ്പെടുത്തിയിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. സോഷ്യൽ മീഡിയ പേജുകളിലെ തന്റെ പേരിൽ നിന്നും ഗോപി സുന്ദറിന്റെ പേര് പ്രിയയും നീക്കം ചെയ്തിട്ടില്ല. അഭയയുമായുള്ള ലിവിംഗ് റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ച ശേഷം ഗായിക അമൃത സുരേഷുമായി 1 വർഷക്കാലത്തോളം പ്രണയത്തിലായിരുന്നു ഗോപി സുന്ദർ. ഹസ്ബൻഡ് എന്നായിരുന്നു ആ സമയങ്ങളിൽ ഗോപി സുന്ദറിനെ അമൃത വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ ഇരുവരും വിവാഹിതരായിരുന്നുവോ അതോ ലിവിംഗ് റിലേഷൻഷിപ്പ് മാത്രമായിരുന്നുവോ എന്നതിൽ വ്യക്തതയില്ല. അമൃതയും ഗോപി സുന്ദറും വേർപിരിഞ്ഞുവെങ്കിലും ഇരുവരും ഇപ്പോഴും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ബാലയുമായുള്ള വിവാഹ ജീവിതം വേർപ്പെടുത്തി 10 വർഷങ്ങൾക്ക് ശേഷമാണ് അമൃത ഗോപി സുന്ദറുമായി പ്രണയത്തിലാകുന്നത്. ഗായികയായ മയോനി എന്ന പ്രിയ നായരുമായി ഗോപി സുന്ദർ ഇപ്പോൾ പ്രണയത്തിലാണെന്ന് അടുത്തിടെ പ്രചരിപ്പിച്ച റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതേസമയം നേരത്തെ തന്റെ ജീവിതത്തിലെയും കരിയറിലെയും മാറ്റങ്ങളെക്കുറിച്ച് അഭയ പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. എനിക്ക് വലിയ സൗഹൃദ വലയമില്ല. 3 വർഷം മുൻപ് എന്റെ വീട്ടിലേക്ക് ഒരുപാട് മനുഷ്യർ വന്നിട്ടുണ്ട്. അവരെന്റെ സുഹൃത്തുക്കളായി. പൊതുവെ ആളുകളെ ജീവിതത്തിലേക്ക് എടുക്കാത്ത ആളാണ് ഞാൻ. എന്നാൽ സാഹചര്യവശാൽ എനിക്ക് അവരൊക്കെ സ്വീകരിക്കേണ്ടി വന്നു. എന്നാൽ അവരെയൊന്നും എനിക്ക് ഇപ്പോഴും കൊണ്ടു നടക്കേണ്ട സാഹചര്യമില്ല. 1, 2, 3 നല്ല വ്യക്തികൾ ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളം. എന്റെ കൂടെ പണ്ടുണ്ടായിരുന്ന നല്ല സുഹൃത്തുക്കൾ ഇപ്പോഴും ഉണ്ട്. അതൊരു നല്ല കാര്യമാണെന്നും അഭയ ഹിരൺമയി പറഞ്ഞു. കരിയറും ജീവിതവും ഒക്കെയായി വളരെ അധികം കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്നത്. ജീവിത സാഹചര്യം തന്നെ സംഗീതമായിരുന്നു. കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ഫിലിമായിട്ടുള്ള സാഹചര്യമായിരുന്നു. എനിക്കതൊന്നും പക്ഷേ പുതുമയല്ല. കാരണം എന്റെ വീടും സിനിമാ മേഖലയുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതായിരുന്നു. അച്ഛന് സ്വന്തമായി നാടക കമ്പനി ഉണ്ടായിരുന്നു. അദ്ദേഹം ദൂരദർശനിലായിരുന്നു. അമ്മാവൻ നടനാണ്. അതുകൊണ്ട് പല കാര്യങ്ങളും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ലൈഫിലേക്ക് വന്നപ്പോൾ മുഴുവൻ സംഗീതമാണ്. കേൾക്കുന്നതും പറയുന്നതുമെല്ലാം സംഗീതമാണ്. ആ ജീവിതം മുഴുവൻ എനിക്കൊരു പഠനമായിരുന്നു. അന്നും ഞാൻ പാട്ട് പാടിയിരുന്നു. പക്ഷെ ആരെയും ആശ്രയിക്കാതെ ജീവിക്കുന്ന ഒരു ആളായിരുന്നില്ല ആ സമയത്ത്. ശരിയാണോ തെറ്റാണോ എന്നല്ല, ഫാമിലി സെറ്റപ്പിലായിരുന്നപ്പോൾ അത് അങ്ങനെ വർക്കൗട്ട് ചെയ്യാനായിരുന്നു എനിക്ക് താല്പര്യം. പുറത്തു വന്നപ്പോൾ ഇങ്ങനെ ആശ്രയിക്കാതെ ജീവിക്കുന്നു. അന്ന് എനിക്ക് എപ്പോഴും ഒരു ഡിപ്പെൻസി ഉണ്ടായിരുന്നു. എന്റെ കൂടെ നിൽക്കുന്നയാൾക്ക് അനുസരിച്ച് എന്നെ പ്രസന്റ് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം എന്നൊക്കെയായിരുന്നു ചിന്ത. ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ എന്റെ ഭയത്തിന്റെ ഭാഗമായിരുന്നു. കുറച്ചുകൂടി നന്നായി എന്നെ പ്രസന്റ് ചെയ്യാമായിരുന്നു. ശരിക്കും ലൈഫ് ഒരു ലേണിംഗ് പ്രോസസ് തന്നെയായിരുന്നു, അഭയ ഹിരൺമയി വ്യക്തമാക്കി.
ഗോപി സുന്ദറുമായി അകന്നെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് അഭയ പ്രതികരിച്ചില്ലെന്നത് ഏറെ അഭിനന്ദിക്കപ്പെട്ടിരുന്നു. പരസ്പരം പിരിയാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചും ഇരുവരും പൊതുയിടത്തിൽ സംസാരിച്ചിട്ടില്ല. എന്നാൽ ഗോപിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷം തന്നെ തേടി അവസരങ്ങൾ വന്നുവെന്ന് അഭയ മുമ്പ് പറഞ്ഞിരുന്നു. എന്ന് ആലോചിക്കുമ്പോൾ വലിയൊരു വളർച്ച ഉണ്ടായത് ആ ബന്ധത്തിലൂടെയാണെന്ന് മനസ്സിലാവും. കാരണം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വളർത്തിക്കൊണ്ടുവന്നത് അദ്ദേഹമാണെന്നും അഭയ കൂട്ടിച്ചേർക്കുന്നു. അതേസമയം ജനുവരി 31 സംഗീത സംവിധായകൻ ഗോപി സുന്ദറിന്റെ അമ്മയുടെ വിയോഗം ഉണ്ടായിരുന്നത്. പിന്നാലെ അമ്മയുടെ അപ്രതീക്ഷിത വേർപാടിന്റെ വേദന പങ്കുവെച്ച് ഗോപി സുന്ദർ വികാരനിർഭരമായ കുറിപ്പ് പങ്കുവച്ചിരുന്നു. വാർത്തയറിഞ്ഞ് നിരവധി പേരാണ് ആശ്വാസവാക്കുകളുമായി എത്തിയിരുന്നത്. ഗോപി സുന്ദറിന്റെ അമ്മയുടെ വിയോഗത്തിന്റെ വേദനയിൽ പങ്കുചേർന്ന അമൃത സുരേഷും എത്തിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഗോപി സുന്ദറിന്റെ അമ്മയുടെ കൂടെയുള്ള ചിത്രം പങ്കുവച്ചായിരുന്നു അമൃത അനുശോചനം അറിയിച്ചത്. പിന്നാലെ ശ്രദ്ധ നേടിയത് ഗോപി സുന്ദറിന്റെ മുൻ കാമുകിയായ അഭയ ഹിരൺമയി അനുശോചനവുമായി എത്തിയതായിരുന്നു. അമൃതയുടെ സഹോദരി അഭിരാമി പങ്കുവച്ച കുറിപ്പും ശ്രദ്ധ നേടിയിരുന്നു. തന്റെ അച്ഛനെയും ലിവി അമ്മയെയും നഷ്ടമായെന്നാണ് അഭിരാമി പറഞ്ഞിരുന്നത്. ഗോപി സുന്ദറിന്റെയും തങ്ങളുടെയും കുടുംബങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രവും അഭിരാമി പങ്കുവച്ചിരുന്നു. ചില നഷ്ടങ്ങൾ വാക്കുകൾക്കും അതീതമാണ്. എത്ര ശ്രമിച്ചാലും ആ വേദനയുടെ ആഴം വിവരിക്കാനാകില്ല. ഇന്ന് ഞാൻ എഴുന്നേറ്റത് ലിവി അമ്മയുടെ വേർപാടിന്റെ വാർത്തയിലേക്കാണ്. പഴയ ചാറ്റുകളിലൂടെ കടന്നു പോകവേ ഞാനൊരു ഫോട്ടോയിലേക്ക് എത്തി. അത് എന്നെ കൂടുതൽ സങ്കടത്തിലാക്കി. ഫോട്ടോയിൽ എനിക്ക് നഷ്ടമായ 2 മനോഹരമായ ആത്മാക്കളെ ഞാൻ കണ്ടു. എന്റെ അച്ഛനും ഇപ്പോൾ ലിവി അമ്മയും. ഈ ദുഃഖം എങ്ങനെ വാക്കുകളിലേക്ക് പകർത്തണമെന്ന് എനിക്കറിയില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുക എന്നാൽ നമ്മുടെ തന്നെ ഒരു ഭാഗം നഷ്ടപ്പെടുക എന്നാണ്. ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു ഭാഗം. പക്ഷെ ഒരു തരത്തിൽ അവർ ഇപ്പോൾ പ്രകൃതിയുടെ ഭാഗമാണെന്ന് കരുതുന്നു. കാവൽ മാലാഖമാരെ പോലെ നമ്മളെ കാക്കുന്നു. ചേട്ടനും അച്ഛനും ഈ നഷ്ടം നേരിടാനുള്ള കരുത്ത് നേടിയെടുക്കട്ടെ എന്നാണ് ഈ നിമിഷം ഞാൻ പ്രത്യാശിക്കുന്നത്. അവർ ഇപ്പോൾ കുറെ കൂടി മെച്ചപ്പെട്ട ഇടത്താണ്. അവർ എന്നും താരകങ്ങൾക്കിടയിൽ നിന്നും നിങ്ങളെ നോക്കിക്കാണും. പ്രണാമം ലിവി അമ്മ എന്നാണ് അഭിരാമി പറഞ്ഞത്. അതേസമയം ഗോപി സുന്ദറിനും അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കും ഒപ്പം നിൽക്കുന്ന ചിത്രമായിരുന്നു അഭയ ഹിരൺമയും പങ്കുവച്ചത്. അമ്മയ്ക്കും ഗോപി സുന്ദറിനും ഒപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ടായിരുന്നു അഭയുടെ കുറിപ്പ്. അവരിലൂടെ നീ കേട്ട സിലോൺ റേഡിയോയിലെ എണ്ണമറ്റ തമിഴ് പാട്ടുകളാണ് നിന്റെ സംഗീതത്തിന്റെ ജനറ്റിക്സ് എന്ന് എനിക്കറിയാം. അവൾ നിന്റെ മാർഗദീപമാകട്ടെ. നിങ്ങളെ സുഖപ്പെടുത്താനുള്ള ഊർജ്ജം ഈ പ്രപഞ്ചം സൃഷ്ടിക്കും. നിങ്ങളുടെ അമ്മയിലൂടെ അവരിലൂടെ നിങ്ങൾ സുഖപ്പെടും എന്നായിരുന്നു അഭയുടെ കുറിപ്പ്. അമ്മ നിങ്ങൾ എനിക്ക് ജീവിതം തന്നു. സ്നേഹവും തന്റെ സ്വപ്നങ്ങൾ പിന്തുടരാനുള്ള കരുത്തും തന്നു. ഞാൻ സൃഷ്ടിക്കുന്ന സംഗീതത്തിന്റെ ഓരോ നേട്ടത്തിലും നിങ്ങൾ എനിക്ക് തന്ന സ്നേഹമുണ്ട്. നിങ്ങൾ പോയിട്ടില്ല. എന്റെ ഹൃദയത്തിലും സംഗീതത്തിലും ഞാൻ വെക്കുന്ന ഓരോ ചുവടിലും നിങ്ങളുണ്ട്. നിങ്ങളുടെ ആത്മാവ് സമാധാനം കണ്ടെത്തട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പക്ഷെ എനിക്കറിയാം നിങ്ങൾ എനിക്കൊപ്പമുണ്ടെന്ന്, എന്നെ നോക്കുന്നുണ്ടെന്ന്. റെസ്റ്റ് ഇൻ പീസ് അമ്മ. നിങ്ങൾ എന്നും എന്റെ കരുത്തും മാർഗദീപവുമായിരിക്കും എന്നായിരുന്നു ഗോപി സുന്ദർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഗായികമാരായ അഭയ ഹിരൺമയി, അമൃത സുരേഷ് എന്നിവരുമായി ഗോപി സുന്ദർ പ്രണയത്തിലായിരുന്നു. അഭയ ഹിരൺമയുമായി ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ മുതൽ ഗോപി സുന്ദറിനെതിരെ വിമർശനങ്ങൾ വന്നിരുന്നു. വിവാഹിതരും 2 കുട്ടികളുടെ പിതാവുമായ ഗോപി സുന്ദർ അഭയ ഹിരൺമയി 10 വർഷത്തോളം ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നു. പിന്നീടാണ് ഗായിക അമൃത സുരേഷുമായി ഗോപി സുന്ദർ ലിവിംഗ് റിലേഷൻഷിപ്പ് ആരംഭിക്കുന്നത്. വൈകാതെ തന്നെ ഇരുവരും വേർപിരിയുകയും ചെയ്തു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.